ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. വി ആർ ടോക്കിംഗ് അബൌട്ട് 3 ടൈപ്സ് ഓഫ് കിങ്ഡം. ഒന്ന് സ്പിരിച്വൽ കിങ്ഡം. ആദ്യത്തെ സ്പിരിച്വൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് ഈ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഈ വേൾഡിൽ വി ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. നമ്മൾ ആത്മീയ, അതായത് സ്വർഗരാജ്യത്തിന് നമ്മൾ അനുരൂപരായിരിക്കും. നമ്മൾ സ്വർഗരാജ്യത്തിലാണ് നമ്മുടെ എന്നാ പറയുന്നത്, ദാറ്റ് ഈസ് ആ ഹോം. ഓക്കെ, നമ്മുടെ ഹോം അതാണ്. ഇവിടെ ജീവിക്കുന്ന ഒരു വീടൊക്കെ ഉണ്ട്, പക്ഷേ സ്വർഗത്തിലാണ് നമ്മുടെ ഒറിജിനൽ ഹോം. നമ്മൾ അവിടെ പോകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. സോ സ്പിരിച്വൽ കിങ്ഡം ഞാൻ പറഞ്ഞു, എല്ലാവരും പാപിയാണ്, ഒരാൾ പോലും പാപമില്ലാത്ത. റോമൻസ് ചാപ്റ്റർ 3:23 says there is no difference at all have sinned and fall short of God's glory. റോമാക്കാർക്ക് എഴുതിയ 3:23 ഒരു ഭേദവുമില്ല, എല്ലാവരും തെറ്റിപ്പോയെന്ന്. എല്ലാവരും ആടുകളെ പോലെ ഇങ്ങനെ ചിതറിപ്പോയി, ആട്ടിടയനില്ലാത്ത ആടുകളെ പോലെ അവനവന് ഇഷ്ടമുള്ള പോലെ തോന്നിവാസം ചിതറി ജീവിച്ച് ഇഷ്ടം പോലെ ജീവിച്ചു. ദൈവം പറയുകയാണ്, ജനസിസ് ചാപ്റ്റർ 6:6, അത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം തരും, ഭയങ്കര സങ്കടം വരും. ദൈവം പറയുകയാണ്, God regretted for creating man. ദൈവം അനുതപിച്ചു, ദൈവം സങ്കടപ്പെട്ടു, ദുഃഖിച്ചു. ഈ മനുഷ്യനെ ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചത്? അതുപോലെ പാപം പെരുകിക്കൊണ്ടിരുന്നു. പാപം പെരുകി അങ്ങനെ ദുഃഖിച്ച് കഴിഞ്ഞപ്പോഴാണ് 6-ാം അധ്യായത്തിൽ നോഹയോട് പറയുന്നത്, നീ യു ആർ എ റൈറ്റിയസ് മാൻ ഇൻ ദിസ് ഏജ്. നീ മാത്രമേ ഉള്ളൂ നീതിമാൻ ഈ യുഗത്തിൽ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അതിൽ നീ മാത്രം നീതിമാനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു വലിയ കപ്പൽ പണിയുക. യു മേക്ക് എ ബിഗ് ആർക്ക്. അത് പണിതിട്ട് നീയും നിൻ്റെ കുടുംബവും മാത്രം, 8 പേര് മാത്രം. നോഹയ്ക്ക് 3 മക്കളായിരുന്നു, 3 മക്കളുടെ ഭാര്യമാരും നോഹയും നോഹയുടെ ഭാര്യയും. ഞാൻ അമേരിക്കയിൽ അവിടെ കെൻറ്റക്കി എന്ന് പല സ്ഥലത്ത് പോയപ്പോൾ അത് കണ്ടു. നോഹയുടെ പെട്ടകം അതുപോലെ ഒറിജിനലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ട് എ വിസ്ഡം ഗോഡ് ഗേവ് ടു man. So I was so amazed to see that. Kentucky, Noah's Ark and Creation Museum and all that. Amazing it is. അവിടെ പോയി എല്ലാം കണ്ടു, നോഹയോട് സംസാരിച്ചു. ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോഹ എല്ലാ ആൻസറും പറയും. അപ്പം ഞാൻ കുറേ ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു നോഹയുടെ വൈഫിനെ പറ്റി, നോഹയുടെ കുടുംബത്തെ പറ്റിയൊക്കെ, അതൊക്കെ പറയും. സോ ലൈക്ക് ദാറ്റ് നോഹ മാത്രം നീതിമാനുള്ളെന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ, ജനസിസ് ചാപ്റ്റർ 6. അപ്പം നീതിമാനായ കാരണം നോഹ ആർക്ക് പണിതു? നോഹയെ, ആ കുടുംബത്തെ മാത്രം രക്ഷിച്ചു. ദൈവം എന്നാ ചെയ്തേ? ബാക്കിയുള്ളവരെല്ലാം ഫ്ലഡ് വന്ന് 40 രാവും 40 പകലും ഇങ്ങനെ മഴ 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 തോരാത്ത മഴ. കേരളത്തിലൊരു ഫ്ലഡൊക്കെ വന്ന് ഓർക്കുന്നുണ്ടല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയല്ല, അത് കുറച്ച് ദിവസം മഴ പെയ്തല്ലേ ഉള്ളൂ. ഇത് 40 രാവും 40 പകലും. അന്നൊക്കെ ബോട്ടിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോയല്ലോ, കുറേ 3 നില കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ വെള്ളം. എന്നാ വലിയ ദുരിതമായിരുന്നു അന്നല്ലേ. അപ്പോൾ ഓർത്ത് നോക്കി, 40 രാവും 40 പകലും കണ്ടിന്യൂസ് തോരാ മഴ. എന്തായിരിക്കും? എല്ലാവരും മരിച്ചുപോയി, എവരി വൺ. ഈ 8 പേരും പിന്നെ 2 ഒരു പെയർ ഓഫ് ആനിമൽസ്. ദൈവം പിന്നെ സൃഷ്ടിക്കുകയല്ല, അതുകൊണ്ട് എല്ലാ ആനിമൽസിനെ ഒരു ജോഡി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആനിമൽസിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നോവ കൽപ്പിച്ചു. അങ്ങനെ അവരെല്ലാം ആർക്കിലേക്ക് കയറി. ദൈവം പറഞ്ഞു, എല്ലാ ആനിമൽസും പൊക്കോ. ലയൺ 2, എലിഫൻസ് 2, ജിറാഫ് 2, എല്ലാ റെപ്റ്റൈൽസും അട്ട പോലും പുഴു പോലും എല്ലാം. ആർക്ക് കയറ്റാത്ത ആരാന്നറിയാമോ? മീൻ മാത്രം. മീൻ വെള്ളത്തിലല്ലേ, മീൻ വെള്ളത്തിൽ ജീവിച്ചു. മീനുകളെല്ലാം ഉണ്ട്. അത് കാരണം ഇപ്പോഴും മീൻ അവർ നാഷണൽ ജിയോഗ്രഫിക് ചാനലിലൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനുകളെല്ലാം ഉണ്ട് ഫുൾ. സോ അങ്ങനെ നോഹ ആർക്കി കയറി, ആനിമൽസ് എല്ലാം ആർക്കി കയറി. ദൈവം അതിന് വലിയ തട്ടും ഫുഡും എല്ലാം 1 വർഷത്തേക്കുള്ള എല്ലാം അറേഞ്ച് ചെയ്തു. മേ ബി AC കൊടുത്ത് കാണും. എന്നിട്ട് ഗോഡ് ഷട്ട് ദ ഡോർ. ഒരു ഡോറും ഉള്ളായിരുന്നു, ഒറ്റ വാതിൽ. അത് ദൈവം അങ്ങോട്ട് അടച്ചു. ദൈവം അടച്ചാൽ പിന്നെ ആർക്കും തുടക്കത്തില്ല കേട്ടോ. പിന്നെ വെള്ളം വന്നു, അയ്യോ നോവേ എന്നെ കൂടെ കയറ്റേന്നും പറഞ്ഞിട്ട് എല്ലാവരും കരഞ്ഞു. പക്ഷേ വല്ല നോഹ ആർക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു, 120 കൊല്ലം എടുത്തു ആർക്ക്. ഈ കപ്പലുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ
നോവ പറഞ്ഞു there is going to be a big flood. ദൈവം ഈ ലോകത്തെ എല്ലാം രക്ഷിക്കാൻ പോവാണ്, വേണമെങ്കിൽ നിങ്ങൾ ആർക്കി കയറണമെങ്കിൽ നിങ്ങൾ മനസ്സാന്തരപ്പെട്ടു. അവരെല്ലാം കളിയാക്കി, എന്നാ ഞങ്ങൾ മഴയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ടും നോഹ വിശ്വസിച്ചു. അന്നുവരെ മഴയൊന്നും ഉണ്ടായില്ല, പക്ഷെ നോഹ വിശ്വസിച്ചു ദൈവം പറഞ്ഞത്. അങ്ങനെ ആർക്കുണ്ടാക്കി എല്ലാവരും ദിസ് മാൻ ഈസ് ക്രേസി എന്നൊക്കെ പറഞ്ഞ് ഹ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ചു. ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ഈസ് ഫൂളിഷ്നെസ് ദോസ് ഹു ആർ പെരിഷിങ്. അത് നശിച്ചു പോകുന്നവർക്ക് ഈ കുരിശിൻ്റെ സന്ദേശം ഒരു ഭോഷത്വമാണ്, അതൊരു ഫുളിഷ്നെസ്സാണ്. അവരാരും വിശ്വസിക്കാമല്ല, കരയും, എല്ലാവരും ചിരിക്കും. എല്ലാവരും ചിരിച്ചവരൊക്കെ പിന്നെ കരഞ്ഞു. ഇന്നും അങ്ങനെയാണ്. ചിലർക്ക് കുരിശിൻ്റെ സന്ദേശമൊക്കെ അത് ഇറ്റ്സ് ലൈക്ക് എ ഫുളിഷ് തിങ്. വൈ ഷുഡ് ഗോഡ് കം ആൻഡ് ഡൈ ഓൺ ദ ക്രോസ്? വൈ ഷുഡ് ഗോഡ് ബിക്കം മാൻ ആൻഡ് വൈ ഹി ക്യാൻ ജസ്റ്റ് സേ സംതിങ് ആൻഡ് സേവ് എവരിബഡി നോ? അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ രക്തം ചിന്തിയിട്ടല്ലാതെ പാപക്ഷമ ഇല്ലയെന്ന് അല്ലേ? രക്തത്തിൽ കൂടി മാത്രമേ ദൈവം മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുകയുള്ളൂ. പഴയ നിയമത്തിലൊക്കെ രക്തം ചിന്തിക്കേണ്ടിയിരുന്നു. ഈ മൃഗങ്ങളുടെ രക്തത്തിന് ആ പാപം ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. മൃഗങ്ങളുടെ രക്തം അത് ഒരു കവറിങ് ഉള്ളി. ഇറ്റ് വിൽ റിമൈൻഡ് ഇയർ ആഫ്റ്റർ ഇയർ. അത് ഹീബ്രൂസ് ചാപ്റ്റർ 10:3-4 ഇബ്രാഹിം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 3-4 വാക്യങ്ങളിൽ. ആ ആനിമൽ ബ്ലഡ് കുഡ് നോട്ട് വാഷ് അവേ ദ സിൻസ് ഓഫ് ദ പീപ്പിൾ. ഇറ്റ് ക്യാൻ ഓൺലി ഗിവ് എ കവറിങ്. ഒരു കവറിങ് കൊടുത്തോളൂ. അതെല്ലാ വർഷവും അത് ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ വർഷത്തിൽ ഹൈ പ്രീസ്റ്റ് പ്രധാന യാചകൻ പോയി ബലി അർപ്പിക്കേണ്ടി വന്നു, രക്തമെടുത്തോണ്ട്, ആനിമൽ ബ്ലഡ് എടുത്തോണ്ട്. പക്ഷേ യേശു വൺസ് ഫോർ ഓൾ, ഹീ ഈസ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. സ്വന്തം ജീവൻ, സ്വന്തം രക്തം കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ആ രക്തം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ രക്തം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കും. ആമേൻ. വാഷ് അവേ ക്ലീൻ, വാഷ് അവേ thoroughly it can be washed. That's what the power in the blood of Jesus. ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്, പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. മാർച്ചിലൊക്കെ അതല്ലേ ധ്യാനിക്കുന്നത്. ഈസ്റ്റർ വരെ എല്ലാവരും അത് ധ്യാനിക്കുന്നുണ്ടല്ലോ, 40 ദിവസം ലെൻറ്റ് സീസണിൽ. എൻ്റെ TV മെസ്സേജും അതാണ്. അപ്പം അത് എവരിഡേ പ്രോമിസ് മന്ത് ഓഫ് മാർച്ചും അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. മാർച്ചിൽ മുഴുവൻ ദ ബ്ലഡ്, ദ ഫൊർഗീവ്നെസ്, യേശു എന്നതാണ് കുരിശിൽ ചെയ്തത്, ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകി വിശദീകരിക്കുകയുള്ളൂ. അപ്പം നോവയുടെ ആർക്ക്, അതിൻ്റെ ഡോർ ദൈവം അടച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു ഡോർ അടയ്ക്കാൻ പോകുന്ന സമയമുണ്ട്. അതായത് 10 കന്യകമാരുടെ അതിലുണ്ട്. നമ്മൾ മത്തായി 25 അധ്യായം വായിക്കുമ്പോൾ 10 കന്യകമാരിൽ 5 പേര് ഫുള്ളിഷ്, 5 പേര് വയസ്സായിരുന്നു. ആ വയസ്സ് ജ്ഞാനിയായി 5 പേരെന്ത് ചെയ്തു? വിളക്കെടുത്തതിൻ്റെ കൂടെ എണ്ണ കൂടെ എടുത്തു കരുതി. മറ്റുള്ളവരെണ്ണ കരുതാൻ മറന്നുപോയി. എണ്ണ പരിശുദ്ധാത്മാവിനെ സാദൃശ്യമാണ്. നമ്മുടെ വിളക്കിൽ, നിൻ്റെ വിളക്കിൽ, നിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയുണ്ടോ? കത്തിക്കുന്നുണ്ടോ? എന്നും ദൈവത്തിന് വേണ്ടി കത്തി പ്രകാശിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് കൂടെ നടക്കുന്നുണ്ടോ? ആ ആത്മാവാണോ നിന്നെ നടത്തുന്നത്? അങ്ങനെ എന്തേലും നിറവ് വേണം പരിശുദ്ധാത്മാവിൻ്റെ. ഇതൊക്കെ പറയണമെങ്കിൽ, ഇതൊക്കെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ, ഇതൊക്കെ അങ്ങനെ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് സാധിക്കില്ല. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം സഹായിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എനിക്കും വേണം ദൈവമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ കർത്താവെ അങ്ങയുടെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.